ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് റിയാക്ഷനിലെ ബെക്മാൻ റീഅറേഞ്ച്മെൻ്റ് ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, റിയാക്ഷൻ മെക്കാനിസം, ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് നോക്കിപ്പോകാം ഈ വീഡിയോയിൽ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. This presentation explore the Beckman rearrangement reaction mechanism, dealing the process and application relevant to chemistry student, mainly MSc chemistry student. The Beckman rearrangement. The rearrangement of oxamines under the influence of variety of acids reagent to N-substituted amide. In this known as Beckman rearrangement. Beckman rearrangement എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓക്സമീനിൽ നിന്ന് N substituted amide പ്രിപ്പയർ ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് റിയേജൻറ്റ്. ഏതൊക്കെ ആസിഡ് യൂസ് ചെയ്യാം? മെയിൻലി യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ആണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോമിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, തയണൈൽ ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പോളിഫോസ്ഫറിക് ആസിഡും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മെയിൻലി ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് മെയിനിലായിട്ട് ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ആ റിയാക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് OH, ഇതാണ് ഓക്സമീൻ. ഈ ഓക്സമീൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? അമ്മൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് H+ ആസിഡ്, H+ ഓർ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്. കാർബൺ ഡബിൾ ബോണ്ട് O നൈട്രജൻ ഹൈഡ്രജൻ R' അമൈഡ്. ഇതാണ് റിയാക്ഷൻ. ഇതിൻ്റെ മെക്കാനിസം നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. മെക്കാനിസം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓക്സമീൻ കൺവേർട്ടഡ് ടു അമൈഡ്. അപ്പം ഓരോ സ്റ്റെപ്പ് നോക്കാം. ഇവിടെ ആസിഡാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആസിഡ് കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സമീനെ പ്രോട്ടോണേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആസിഡ് യൂസ് ചെയ്യുന്നത്. H+ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള ആസിഡ് യൂസ് ചെയ്യുന്നത്. ആ ആസിഡ് H+നെ ഡൊണേറ്റ് ചെയ്യുമ്പം ഓക്സമീനകത്തെ ഓക്സിജൻ ആ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അതിനുശേഷം ന്യൂക്ലിയസിൽ അറ്റാക്കിങ് നടക്കുന്നു. ആ അറ്റാക്ക് നടക്കുന്നതിന് ശേഷം ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായ അമൈഡ് കിട്ടുന്നത്. നമുക്ക് ആ റിയാക്ഷൻ മെക്കാനിസം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓക്സമീൻ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. കാർബൺ R' ഡബിൾ ബോണ്ട് NOH. ഈ ഓക്സിജന്റെ ലോൺ പെയർ H+നെ അക്സെപ്റ്റ് ചെയ്യും. കാർബൺ R' ഡബിൾ ബോണ്ട് NOH2+. H2+ ആയതുകൊണ്ട് ആ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നൈട്രജനിൽ ഒരു വാലൻസി ഇൻകംപ്ലീറ്റ് ആണ്, വേക്കൻ്റ് ആണ്. ആ വേക്കൻറ്റ് സൈഡിലേക്ക് ഈ R ഗ്രൂപ്പ് R' അല്ലെങ്കിൽ R ഗ്രൂപ്പ് ഷിഫ്റ്റ് ചെയ്ത് നൈട്രജനിലോട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും കാർബണിൽ ഒരു വാലൻസി വേക്കൻ്റ് ആണ്, -H2O. കാർബൺ ഡബിൾ ബോണ്ട് N പ്ലസ് R'. ഈ കാർബണിലേക്ക് വാലൻസി ഇൻകംപ്ലീറ്റ് ആണ്, അങ്ങോട്ടേക്ക് ന്യൂക്ലിയസിൽ അറ്റാക്കിങ് നടക്കുന്നു. വാട്ടർ ആഡ് ചെയ്യപ്പെടുന്നു. വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കാർബൺ വാട്ടർ H ഡബിൾ ബോണ്ട് N R'. ഓക്സിജന് പ്ലസ് ചാർജ് ഉണ്ട്. ഈ പ്ലസ് ചാർജ് H+ ആയിട്ട് റിമൂവ് ആകുന്നു. കാരണം ഇവിടെ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ H+ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ കാറ്റലിസ്റ്റ് തിരിച്ചു പോവുകയാണ് ഇവിടെ ചെയ്യുക, -H+. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ H+ ആഡ് ചെയ്യപ്പെട്ടു, ഈ സ്റ്റെപ്പിൽ H+ റിമൂവ് ആയി. കാർബൺ OH ഡബിൾ ബോണ്ട് N R'. ഇനി ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും. ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് വരും? കാർബൺ ഓക്സിജൻ ബോണ്ടിലോട്ട്, കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടായിട്ട് മാറും. അതുപോലെ തന്നെ കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് ബ്രേക്കായിട്ട് ഈ ബോണ്ട് ഹൈഡ്രജനെ അറ്റാച്ച് ചെയ്യപ്പെടും. അപ്പോൾ എങ്ങനെ വരും? കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടും നൈട്രജൻ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പം ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്
സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ ആൻഡ് R' amide. ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോട്ടോണേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് എലിമിനേഷൻ ഓഫ് വാട്ടർ ആൻഡ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് R ഗ്രൂപ്പ്, തേർഡ് സ്റ്റെപ്പ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ടു ദി കാർബൺ, വാട്ടറായിട്ട് ന്യൂക്ലിയോഫിലായിട്ട് വാട്ടർ വരുന്നു, ദെൻ റിമൂവൽ ഓഫ് H+, ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ബോൺസ് അല്ലെങ്കിൽ ഷിഫ്റ്റഡ് ടു H+ ഷിഫ്റ്റഡ് ടു നൈട്രജൻ ഫ്രം ഓക്സിജൻ ഫോം അമൈഡ്. അങ്ങനെ ഈ 5 സ്റ്റെപ്പാണ് ഇവിടെ റിയാക്ഷൻ മെക്കാനിസം പറയുന്നത്. ഇനി ഇതിനകത്ത് ഇൻ്റർമീഡിയറ്റ് നമ്മൾ നോക്കണം. ഇൻ്റർമീഡിയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറിങ് ദ ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് ഇൻ്റർമീഡിയറ്റ് സച്ച് ആസ് നൈട്രീനിയം അയോൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രീനിയം അയോണാണ് ഫൈനൽ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഓവറോൾ റിയാക്ഷൻ്റെ ഈൽഡിനെയും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നൈട്രീനിയം അയോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. അത് പ്രത്യേകം ഓർക്കുക. അത് പറയുന്നുണ്ട്, വിച്ച് ഈസ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ റിയാക്ഷൻ പാത്വേ. ദിസ് ഇൻ്റർമീഡിയറ്റ്സ് ആർ ക്രിട്ടിക്കൽ ആസ് ദ ഇൻഫ്ലുവൻസ് ദി ഫൈനൽ പ്രോഡക്റ്റ് ആൻഡ് ദി റിയാക്ഷൻസ് ഓവറോൾ ഈൽഡ്. ഓക്കെ, ദെൻ കാറ്റലിസ്റ്റ്. നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യം പറഞ്ഞാൽ ഏതൊക്കെ കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നുള്ളത്. ആസിഡ് കാറ്റലിസ്റ്റാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആസിഡ് ഉണ്ട്, ലൂയിസ് ആസിഡ് യൂസ് ചെയ്യാം. മെയിൻലി നേരത്തെ പറഞ്ഞ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോമിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോറിക് ആസിഡും യൂസ് ചെയ്യുന്നുണ്ട്, തയനൈൽ ക്ലോറൈഡ്. ദെൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റഡി ഉണ്ട്, ഏതെങ്കിലും മെറ്റൽ കാറ്റലിസ്റ്റ് വഴി എഫിഷ്യൻസി കുറേ കൂടിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആസിഡ് കാറ്റലിസ്റ്റിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള എഫിഷ്യൻസി ഉള്ള ഏതെങ്കിലും ഒരു മെറ്റൽ കാറ്റലിസ്റ്റ് വഴി ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് നടക്കാവോ എന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ വളരെ വലിയൊരു ആപ്ലിക്കേഷൻസാണ് ഉള്ളത്. സിന്തസിസ് ഓഫ് ലാക്ടംസ് എന്ന് പറയുമ്പോഴത്തേക്കും സൈക്ലിക് അമൈഡാണ്. ഈ സൈക്ലിക് അമൈഡ് എന്ന് പറയുന്നത് ഓക്സമൈഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ ലാക്ടംസിന് ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ വലുതാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂസ് ചെയ്യുന്ന പല കെമിക്കൽസിനകത്തും ഈ ലാക്ടംസ് പറയുമ്പോൾ ഒരു ജനറൽ ടൈമാണ് ബീറ്റ ലാക്ടം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ആ ലാക്ടം എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, സൈക്ലിക് അമൈഡുകളെ ജനറലായിട്ട് പറയുന്നതാണ് ലാക്ടം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ബീറ്റ ലാക്ടം ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പം ഈ ലാക്ടം എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കലിലും പോളിമേഴ്സിൽ ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് വളരെ വലിയൊരു ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈലോൺ 6 പ്രിപ്പയർ ചെയ്യുന്ന നൈലോൺ 6ൻ്റെ മോണോമറായിട്ടുള്ള കാപ്രോലാക്ടം സിന്തസിസ് ചെയ്യാൻ വേണ്ടി ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷനൊക്കെ പറയുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ബയോളജിക്കലി ആക്റ്റീവ് ലാക്ടംസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് അതിൻ്റെ ബാക്ക് ബോൺ ആകാറുണ്ട്. മെറ്റീരിയൽ സയൻസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഫൈബേഴ്സ്, പോളിമേഴ്സ്, കോട്ടിങ്, ഇതൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കാറുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നൈലോൺ 6ൻ്റെ മോണോമറായ കാപ്രോലാക്ടം സിന്തസിസ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ നോക്കാം. എ സിന്തറ്റിക്കൽ യൂസ്ഫുൾ എക്സാമ്പിൾ ഓഫ് ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് ഈസ് ദി സിന്തസിസ് ഓഫ് കാപ്രോലാക്ടം ഫ്രം സൈക്ലോഹെക്സനോൺ ഓക്സമൈൻ ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. കാപ്രോലാക്ടം പറഞ്ഞ പോലെ തന്നെ നൈലോൺ 6ൻ്റെ പോളിമറൈസേഷന് വേണ്ടി നൈലോൺ 6ൻ്റെ പോളിമറൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. റിയാക്ഷൻ നോക്കുമ്പോഴത്തേക്കും സൈക്ലോഹെക്സനോൺ ഡബിൾ ബോണ്ട് NOH cyclohexanone oxamine in presence of concentrated sulfuric acid H2SO4
OH, ഡബിൾ ബോണ്ട് O. ഇതാണ് കാപ്രോലാക്ടം. ഇനി ഇതൊരു ബേസിക് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ നൈലോൺ 6 എന്ന് പറയുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് O. ഇതാണ് നൈലോൺ 6. ഇനി അനദർ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. CH3 കാർബൺ ഡബിൾ ബോണ്ട് N OH, C6H5 H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4. ഇനി ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക, ഫിനൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക? ഫിനൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഫിനൈൽ ഗ്രൂപ്പ് CH3 ഒരു ആൽക്കിൽ ഗ്രൂപ്പോ ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഫിനൈൽ ഗ്രൂപ്പ് ആയിരിക്കും കാർബണിൽ നിന്ന് നൈട്രജനിലേക്ക് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഡബിൾ ബോണ്ട് O, കാർബൺ ഹൈഡ്രജൻ C6H5. ഓക്കെ. ദെൻ അടുത്തൊരു എക്സാമ്പിൾ C4H9 CH C2H5 കാർബൺ നൈട്രജൻ OH CH3. ഇവിടെയും H+, കോൺസെൻട്രേറ്റ്. ഇവിടെ ഏതായിരിക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടുക? ഈ CH3 ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക അതോ ഈ ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക? ഇവിടെ കാർബണിൽ നിന്ന് നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് CH3 ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. C4H9 CH C2H5 കാർബൺ ഡബിൾ ബോണ്ട് O. സോറി, ഇവിടെ CH3 അല്ല ഷിഫ്റ്റ് ചെയ്യുക, ഈ ബൾക്കി ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. മൈ മിസ്റ്റേക്ക്. CH3 ഗ്രൂപ്പ് അല്ല. ഇവിടെ ഈ ബൾക്കി ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. മൈ മിസ്റ്റേക്ക്. നമ്മളെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ C6H5 ഫിനൈൽ ഗ്രൂപ്പ് ബൾക്കി ഗ്രൂപ്പ് ആയതുകൊണ്ട് നൈട്രജൻ ഷിഫ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെയും ബൾക്കി ഗ്രൂപ്പാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. യെസ്, നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡബിൾ ബോണ്ട് O CH3. അടുത്ത രണ്ട് എക്സാമ്പിൾ, ഇത് CSIR പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റിന്. C ഡബിൾ ബോണ്ട് O EMA methyl group NH2OH second one POCl3 and last one third reagent CH3CON CH3 twice. ഇതൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതിൻ്റെ പ്രോഡക്റ്റ് methyl group nitrogen oxygen double bond methyl group. ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ്. then last one sulfur double bond carbon oxygen. first reagent NH2OH, second reagent PCl5, product nitrogen hydrogen carbon double bond meet. ഇതായിരിക്കും പ്രോഡക്റ്റ്. ഓക്കെ, കൺക്ലൂഷനാണ്.
നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. താങ്ക് യു.